to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഞാൻ സ്പെഷ്യൽ ഇതുവരെ ചെയ്യാൻ പോകാത്ത റെസിപ്പി ചെയ്യാൻ പോവാ. അതായത് അടുപ്പിനകത്തൊന്നും ഉണ്ടാക്കുകയല്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പോവാ. എന്നാണെന്നറിയാമോ, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറേ നാളെ നമ്മൾ മിൽക്ക് ഷേക്ക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജ്യൂസ് ചെയ്തിട്ട് ഒരിടയ്ക്ക് നമ്മൾ സ്ഥിരം ജ്യൂസസ് ചെയ്യുമായിരുന്നേ, സ്റ്റാർട്ടേഴ്സും. എന്നാൽ അതൊന്ന് തിരിച്ചു കൊണ്ടുവരാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു അവൽ വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമാണ്. ഈ പറഞ്ഞ കൂട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും അത് മിൽക്ക് ഷേക്സും അല്ലെങ്കിൽ സർബത്ത് ഇതെല്ലാം കുടിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഇത് ഇച്ചിരി തണുപ്പുള്ള സാധനമാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ പണിയുള്ള സാധനമല്ല. നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഇന്ന് എന്തായാലും ഞാൻ അടുപ്പിലോട്ട് വരികയില്ല, പക്ഷെ ചെയ്തു വെച്ചു. നമ്മളെ തമ്മിൽ കാണുമ്പം അടുപ്പുമായിട്ട് യാതൊരു ഞാനിതിലൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. അഥവാ ചെയ്യുവാണെങ്കിൽ ഇതിന് വേണ്ടിയ സാധനങ്ങൾ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ടല്ലേ നമ്മൾ അടുപ്പിൽ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് രസകദളി പഴം, അതായത് ഞാലിപ്പൂവൻ പഴമില്ലേ, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാര, ഇത് അവലാണ്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് വറുത്ത കപ്പലണ്ടി, പാല്, പിന്നെ കുറച്ച് ഐസ്ക്രീം, പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചെറി. ഇതിൽ എന്നെ അടുപ്പിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാവോ, നമ്മൾ മേടിക്കുമ്പോൾ അവൽ ഇപ്പോൾ സാധാ അവലായിരിക്കും കിട്ടുന്നത്. ഏറ്റവും നല്ല വെളുത്ത അവൽ എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ചുമന്ന അവല കിട്ടുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളുത്തതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അത് എന്താ പറയുക, കുതിരാനായിട്ട് എളുപ്പം അതാ. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, വേണമെങ്കിൽ മസ്റ്റൊന്നുമല്ല, നമ്മൾ ഈ അവൽ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതായത് കുറച്ചൊന്ന് മൂപ്പിക്കണം, ആ ഒരു പച്ചച്ചൊവയൊന്ന് മാറാനായിട്ട്. എന്നും പറഞ്ഞ് അങ്ങ് മൊരിക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചേക്കണം. അത്ര മാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഇത് ചൂടാക്കി ഇച്ചിരി റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവല. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാലിപ്പൂവും പഴമില്ലേ, അതിനകത്തോട്ട് നമുക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്, അതിന് എത്രയാണ് ഈ ഞാലിപ്പൂവും പഴത്തിന് ബേസിക്കലി ഇച്ചിരി മധുരമുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഞാലിപ്പൂവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് ഞാലിപ്പൂവും പഴമാണ്. ഇതിനകത്തോട്ട് അവലിന് പഞ്ചസാര മധുരമൊന്നും ഇല്ല, അതുകൊണ്ട് ഇച്ചിരി ഇതിന് മധുരം ഇരുന്നോട്ടെ. ഇതൊന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കാം, ഏത് വേണേലും. മിക്സിയിലൊക്കെ അടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് ഇച്ചിരി ഇങ്ങനെ ഈ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒക്കെ ഇല്ലേ, നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. പഴുത്ത പഴമായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് സാലഡ് പോലെ ആയിപ്പോവേ. പഴം ശരിക്കും നല്ല പേസ്റ്റ് പോലെ എങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പഴം ഒരുപാട് ഇട്ട് ഇങ്ങനെ മാഷ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എങ്ങനെ കഴിക്കാനാണ്, നമ്മുടെ നാവിന് എങ്ങനെയാണ് ഇഷ്ടം, അതനുസരിച്ച് ഇത് മാഷ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നല്ലോണം മാഷ് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തേച്ച് ആ കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ അല്ലേ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരുപാട് മാഷ് ചെയ്യേണ്ട, ഇച്ചിരി പഴം കഴിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ പഴം, എന്നിട്ട് അതിൻ്റെ മേലിൽ ഒരു ലെയർ അവൽ, അതേപോലെ നെക്സ്റ്റ് ബിസ്ക്കറ്റ്. അതിനകത്തുണ്ടല്ലോ ഈ കാഷ്യൂനട്ടും എല്ലാം ഉള്ളതാണ്. അതിൻ്റെ മേലിൽ ഒരു ഇച്ചിരി കപ്പലണ്ടി. ഈ സെയിം സാധനം ഫുൾ ഗ്ലാസ് നമ്മൾ നിറയ്ക്കണം.
രാത്രിയിലൊക്കെ ഇല്ലേ നമ്മൾ ഒരു ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാധനം ശരിക്കും മതിയാവും നമുക്ക് ഒരു ഡിന്നറിനായിട്ട്. ഒരു എന്താ പറയുക, ഒരു ഹെൽത്താണ്, അവൽ നല്ലതാണ്. ഇതിനകത്ത് വേറെ എന്താ പറയുക, ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കണം എന്നാണ് എപ്പോഴും ഹെൽത്ത് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് നമുക്ക് ഇച്ചിരി വയറ് നിറയുകയും ചെയ്യും. എന്നാൽ ഒരുപാട് എന്താ പറയുക ഫാറ്റ് അടങ്ങിയതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത്രയും ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് അവൽ എന്തായാലും കുതിരുകയില്ല. അപ്പോൾ എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി പാൽ അതിനകത്തോട്ട് ഒഴിക്കണേ. പഞ്ചസാര ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, മധുരം പോരാൻ തോന്നുവാന്നേൽ. പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് അത് ഉള്ളിലേക്ക് പോവുകയല്ല, ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന അവൽ കുതിർന്ന് മാത്രമേ ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് താഴെ ബോട്ടം വരെ എത്തത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇതിനുള്ള സമയം എടുക്കും. നമ്മൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് പോലെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൽ ടൈം എടുത്ത് ചെയ്യുക. അഥവാ നമുക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ഇടുമ്പോൾ ഇച്ചിരി പാൽ ഒഴിച്ച് പോയാൽ എത്രയും വേഗം നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാം. ഇത് ഓൾ ഡിപ്പെൻഡ്സ്. നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഫസ്റ്റ് ഇത്രയും പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ബാക്കി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുമ്പോഴത്തേക്ക് ഈ ഒഴിച്ച പാല് കുറേശ്ശെ കുതിർന്ന് താഴെ വരെ എത്തും. അങ്ങനെ ആകുന്നു. ഇത് ഇച്ചിരി ഒരു സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ധൃതിയാണ് എങ്കിൽ ഓരോ ലെയറിലും പാൽ ഒഴിച്ച് പോകുന്നതെന്നല്ല. പക്ഷേ അങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ കാണുന്ന ലെയറിങ് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു സ്ലോ പ്രോസസ്സ് ചെയ്യുന്ന ഏറ്റവും നല്ല. ഇനി എന്നാ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ഇത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മേളിൽ വെക്കണം. ഇനി മോർ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ലെയർ നമുക്ക് മിസ്സായി പോവും. അതേപോലെയാണ് സ്ലോലിയേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയോ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു പോമിഗ്രാനേറ്റോ എന്തെങ്കിലും വെച്ചേച്ചാൽ മതി. ഒരു കളർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു മിൻറ്റോ എന്തെങ്കിലും ഒരു വൈറ്റിനകത്ത് ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചേഞ്ച്. പക്ഷേ എനിക്കിത് ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിന് സെർവ് ചെയ്യാൻ ഒക്കത്തില്ല, കുറച്ച് സമയം വേണം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന അതിഥിയെ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. മറ്റാരുമല്ല വരുന്നത്, ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരുന്നത് സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ്, ഹാപ്പി വെൽക്കം. നമസ്കാരം. എൻ്റെ ആനീസ് കിച്ചണിൽ വരാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കും അതോടൊപ്പം തന്നെ നിങ്ങളെ ഒന്ന് കാണാൻ സാധിച്ചു. നമ്മളിപ്പോഴും അതെ, തമ്മിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻസിന് പോലും കണ്ടിട്ടില്ല. അതെ, പിന്നെ കുറേ ഷോസ് ഞാൻ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു സെലിബ്രിറ്റിക്ക് എല്ലാ കുട്ടികൾക്കും, ഈവൻ കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഇങ്ങാറ്റം പ്രായം ചെന്ന എല്ലാ ജനറേഷൻസിലും സന്തോഷിനെ ഇപ്പം നല്ല പരിചയമുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ സന്തോഷ് കൊടുത്ത ഇമേജ് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഇമേജാണ്. ശരിക്കും ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് ശരിക്കും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഇമേജിലേക്കും നമ്മൾ കാണിക്കുന്ന എല്ലാം ഓക്കെ ആണ്, അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ആസ് എ പേഴ്സൺ സമ്മതിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ട്? ഞാൻ 2011 സിനിമയിൽ വരുന്നത്, 2019 അപ്പോൾ 8 വർഷത്തിന് ശേഷം നിങ്ങളെപ്പോലത്തെ ഇത്രയും ജനപ്രിയമായ ഒരു പരിപാടിയിൽ വരുന്നു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ ആക്സെപ്റ്റഡ് ആണ്. കാരണം വർഷത്തിൽ ഒരു സിനിമയെ ചെയ്യുന്നുള്ളത് നോക്കിയാൽ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്യാറ്. വർഷത്തിൽ ഒറ്റ സിനിമ, ഭൂരിഭാഗം വർക്ക് നമ്മൾ തന്നെ ചെയ്യുന്ന, പിന്നെ മമ്മൂക്കായിട്ടുള്ള വർക്ക് കഴിഞ്ഞു, വിനീത് ശ്രീനിവാസനായിട്ടൊരു വർക്ക് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മൊത്തം 10 സിനിമകളേ ഉള്ളൂ. 2015 മുതൽ 10 സിനിമകൾ മാത്രം ചെയ്ത ഒരു വ്യക്തി. നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴും ജനങ്ങൾ പറയുന്നു എന്നറിയുന്ന അത് നമ്മളിപ്പോഴും എല്ലാ പരിപാടികൾക്കും നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഷോ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്ന്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഔട്ടായിപ്പോയി. 2011 85 ഞാൻ വന്ന വർഷം 85 പുതിയ സംവിധായകരും 100-ലധികം പുതിയ നായകനായി അഭിനയിച്ച ആളുകളും ഉണ്ട്. അതിൽ എത്ര പേര് ഇന്ന് കേരളം ഓർക്കുന്നു എന്നുള്ളൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ
ബാക്കിയെല്ലാം ദൈവാനുഗ്രഹം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല എന്താണെന്നറിയാം, ഞാൻ സന്തോഷിനോട് പലതവണ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു ഹീറോ ആയിട്ട് വരാൻ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ബേസ്ഡ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബേസ്ഡ് ആയിട്ട് ഒരാൾ നമ്മളെ ഫീൽഡിലേക്ക് വരാനോ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാനോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാനോ ശ്രമിക്കുമ്പോൾ നമ്മളൊരു നല്ല ഇമേജിൽ കൂടി വരാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറ്, ഒരു നല്ല ഹെവി ക്യാരക്ടർ ചെയ്യാനും അങ്ങനെയൊക്കെ. പക്ഷേ സന്തോഷ് ഏറ്റവും കൂടുതൽ കോമഡിയും ഹ്യൂമറും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ആ ഒരു അല്ല, ഞാൻ പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം, അത് നമ്മളുടെ പെർസെപ്ഷൻ്റെ പ്രശ്നമാണ്. അത് കറക്റ്റ്. ഇതെല്ലാം പെർസെപ്ഷനാണ്, ചിന്തിച്ചു നോക്ക്. അല്ലാതെ ഇതാണ് ശരി ഇതാണ് തെറ്റ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മുടെ അടുക്കളേൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ഭൂരിഭാഗം അടുക്കള പണി ചെയ്യുമ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നു അല്ലെങ്കിൽ കോഴിമുട്ട വേവിക്കുന്നു. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൻ്റെ മാർദ്ദവം കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കോഴിമുട്ടയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹാർഡാവുന്നു. അവിടെ ചൂടാക്കുക എന്ന പ്രോസസ്സാണ് നടന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു ഈ ചൂടാക്കുമ്പോൾ എപ്പോഴും ഹാർഡാവും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതെ, ഞാൻ പറയുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പം മാഡം പറഞ്ഞു ചിലർ നെഗറ്റീവായിട്ട് കാണുന്നു, അത് പോസിറ്റീവായി കാണുന്നവരുണ്ടാവാം. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാത്തിനും നമ്മുടെ ലോകത്ത് എന്തിനും ഒരു ഗ്യാപ്പുണ്ട്. നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു. എനിക്ക് മനസ്സിലായി, സന്തോഷ് പറഞ്ഞത് മനസ്സിലായി. പക്ഷേ സന്തോഷിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. സന്തോഷ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇത്രയും അറിവ് ഉള്ള ഒരു വ്യക്തി ഈ പാത്ത് ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കയ്യിൽ 5 lakhs ബജറ്റ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു സിനിമ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടൊക്കെ പഠിച്ച് ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പലരും പറഞ്ഞു 18 വർഷം ഞങ്ങൾ ഇന്ന ഡയറക്ടർമാരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ പോയി, എന്നിട്ട് ആദ്യത്തെ ടേക്ക് എടുക്കുമ്പോൾ കൈ വിറച്ചു. ഞാൻ ഇയാൾ പിന്നെ ഈ 18 വർഷം എന്തായിരിക്കും ചെയ്തത്? 18 വർഷം കഴിഞ്ഞിട്ടും കൈ വിറച്ചു, ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത പടം പൊട്ടുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാനുള്ളതാണ്. നിങ്ങൾ എങ്ങനെ എടുക്കുന്നു ഡസ് നോട്ട് മാറ്റർ. നിങ്ങളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടാം? അതായത് എല്ലാവരും ഫസ്റ്റ് നിന്ന് തുടങ്ങുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അവസാനത്തിൽ നിന്ന് തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത്രയും കഴിഞ്ഞ് അവസാനം തിയേറ്ററിൽ എത്തുന്നു. ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വരും? എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇതിന് ബേസിക് കാര്യം അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 5 lakhs അപ്പോൾ തന്നെ തിരിച്ചു കിട്ടണം. അതെങ്ങനെ തിരിച്ചു കിട്ടും? ശരി, അന്ന് യൂട്യൂബ് നിങ്ങൾക്ക് നോക്കിയറിയാം. സാന്തോഷ് പണ്ഡിറ്റ് വന്നതിന് ശേഷമല്ലേ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് 10 രൂപ കിട്ടുമെന്നുള്ളത് കേരളത്തിൽ ഉറപ്പല്ലേ? ഞാനാണത് ശരിക്കും പറഞ്ഞത്. അതിലൊരു മാർക്കറ്റിംഗ് ഉണ്ടെന്ന്. അപ്പം യൂട്യൂബിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെടാം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവസാനത്ത് നിന്ന് ഇങ്ങോട്ടാണ് വായിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം തിയേറ്ററിൽ ആൾ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വലിയ നടന്മാരെ വെച്ച് ഇതൊക്കെ ചെയ്യണമെന്നും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്ന സമയത്ത് എനിക്ക് ഒന്നാമത് അത്രയ്ക്കുള്ള ക്ഷമയില്ല. ഒരു 18 വർഷം എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ടൈം പോരാ, ഇല്ല. അതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ ആലോചിച്ചു നമ്മളുടെ കഴിവിനനുസരിച്ച് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തവണ തന്നെ വളരെ നന്നായി നടക്കുന്നില്ലല്ലോ, അത് വീഴും. അപ്പം നീ എന്തുകൊണ്ട് വീണു, നീ നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളതാണ് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കൂടുതൽ മനഃശാസ്ത്രം എപ്പോഴും ഞാൻ എന്തിലും ഒരു മനഃശാസ്ത്രം കാണുന്നൊരു വ്യക്തി. ഞാൻ ആലോചിച്ചു നിങ്ങളിപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്, നിങ്ങൾ എല്ലാം പഠിച്ചു, എന്നിട്ട് നിങ്ങളൊരു 200 കോടി ബജറ്റിൽ ഒരു അടിപൊളി സിനിമ എടുത്ത് അത് സൂപ്പർ ഹിറ്റ് ആയി എന്ന് സങ്കല്പിച്ചോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പണി കിട്ടാൻ പോവാണ്. കാരണം എന്താ അറിയോ, രണ്ടാമത്തെ സിനിമ അതിൻ്റെ മുകളിൽ വരണം. അതെ, കറക്റ്റാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ബാഹുബലി 2 പൊട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്രയും ഹൈപ്പ് കിട്ടി. അത് രാജമൗലി സാറിനോട് വളരെ വലിയൊരു ഇത് പറയണം. കാരണം അദ്ദേഹം അതിൻ്റെ മുകളിൽ എത്തിച്ചു. ഞാൻ പറഞ്ഞു അത്രയും ഹൈപ്പ് ഒരു പ്രതീക്ഷ വരും, അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാണ്. അതേപോലെ ഈ ആദ്യ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സംഭവമായി ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പറയാം സന്തോഷ് പണ്ഡിറ്റ് ഭയങ്കര സംഭവമാണ് ഇങ്ങനെ വന്നു. രണ്ടാമത്തെ സിനിമ തൊട്ട് നിങ്ങൾക്ക് പണി കിട്ടുന്നു, ഇതിൻ്റെ മുകളിൽ പോകണം. നമ്മൾ എന്ത് കൊടുത്താലും അല്ല അതുപോലെ ആയില്ല എന്ന് പറയും. അപ്പോൾ എനിക്കെന്ത് വന്നു, ഒരിക്കലും 100% പെർഫെക്ഷൻ വേണ്ട. അത് അതിൻ്റെ ഗുണം എന്താ, എനിക്കറിയാം ഞാൻ ഇതുകൊണ്ടുകൂടെ പരിപാടി നിർത്തുന്നില്ല. രണ്ടാമത്തെ പ്രോഗ്രാം എന്താ വരണം, അതിൻ്റെ മുകളിൽ വന്നു. മൂന്നാമത്തെ വരണം. അപ്പോൾ എന്ത് സംഭവിക്കും, രണ്ടാമത്തെ സിനിമ എനിക്ക് എന്തായാലും ജനങ്ങൾ പറയും ഇയാൾക്ക് പുരോഗതി ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞ 8ാമത്തെ വർഷം എത്തുമ്പോഴും ഞാൻ റിവേഴ്സ് ഓർഡറിലാകുന്നുണ്ട്. മനസ്സിലായി, എല്ലാവരും കാണുന്ന പെർസെപ്ഷൻ അല്ലാണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഞാൻ പറയുന്നത് എക്സ്ട്രീം എൻഡ് തിയറി എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രത്തിലൊരു എന്തിനൊരു എക്സ്ട്രീം എൻഡ് ഉണ്ട്.
അതെ. ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു എക്സ്ട്രീമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ഇത് വേണം. അത് ഒരുപാട് ഭയങ്കര സൂപ്പർ സ്റ്റാർ അഭിനയിച്ചു, ഇത്രയും പൈസ മുടക്കി, അതുകൊണ്ട് എൻ്റെ സിനിമ സൂപ്പറാണ്. ഇതാണ് എക്സ്ട്രീമെൻ്റ് തിയറി. അതേസമയം ഞാൻ റിവേഴ്സിലേക്ക് പോയി. ഈ സിനിമ വളരെ ചെറിയ ബജറ്റാണ്, എല്ലാ പണി ഞാനൊക്കെ ചെയ്ത്, വലിയ പെർഫെക്ഷനൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരാൾ ഒരിക്കലും പറയില്ല. അതില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഇത് എനിക്ക് വളരെ നല്ലൊരു ഡിഫൻസാണ്. വിമർശിക്കുന്നവർക്ക് അത്രയും ബുദ്ധി പോയില്ല. കാരണം എന്തുവന്നാലും ചേട്ടാ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഞാൻ എഴുതി കാണിക്കുന്നത് ദിസ് ഫിലിം ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സ്മാൾ ബജറ്റ് ഓഫ് 5 lakhs. പിന്നെ അതിനെങ്ങനെ വിമർശിക്കും? ഓക്കെ. പിന്നെ രണ്ടാമത് അതേപോലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടെങ്കിൽ, എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഇതാണ്. ഇതിന് നേരെ റിവേഴ്സിലേക്ക് പോവാം. എനിക്ക് തീരെ സൗന്ദര്യമില്ല, ഞാൻ കറുത്തിട്ടാണ്, ഇങ്ങനെയും പറയാം. പക്ഷെ അങ്ങനെ സാധാരണ ഒരാൾ പറയാറില്ല. അതെ, അതിനെയും മാർക്കറ്റ് ചെയ്യാം. അതായത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം. നെഗറ്റീവ്സ് എന്നല്ല വേണം ഞാൻ പറയുന്നത്, എന്തിൻ്റെയും റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ അത് നമ്മൾ എന്തിനും നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്, അതിൻ്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷെ അത് ഏറ്റവും മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഗുണം എന്ത് വരുന്നു? ഇത് ഫസ്റ്റാണ്, പക്ഷെ നമുക്കത് കറക്റ്റ് ഇതുണ്ടാവണം, നമ്മളെ ലക്ഷ്യം ഇത് തന്നെയാണ്, ഇതിലേക്ക് പോകുന്നതാണ്. പക്ഷെ അത് തിരിച്ച് ഞാൻ കൊണ്ടുവന്നു, ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് എനിക്ക് പടം തിയേറ്ററിൽ വരണം, ഇത് മുതൽ മുടക്കി തിരിച്ച് കിട്ടണം. കാരണം മലയാള സിനിമയിൽ കലയും സംഗീതവും സാഹിത്യമൊക്കെ കുറവാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അല്ല അതിപ്പോൾ എൻ്റെ ഒരു വീട് വിറ്റ്, ഞാൻ എൻ്റെ ഒരു വീട് വിറ്റിട്ടാണ് സിനിമ എടുത്തത്. അപ്പോൾ എൻ്റെ വീട് വിറ്റ് ഇനി കലയൊക്കെ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്കിപ്പോൾ വീട് വിറ്റാൽ എനിക്ക് വേറൊരു വീട് ഉണ്ടാക്കാനുള്ള പൈസ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് ട്രൂലി ഒരു ബിസിനസ്മാനെ ഞാൻ കണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷ് പണ്ഡിറ്റ് ഒരു പക്ക ബിസിനസ്മാനാണ്. അല്ലാതെ ഞാൻ കലയോടോ സാഹിത്യത്തോടോ സംഗീതത്തോടോ സിനിമയോടോ എനിക്കൊരു പരിധി വിട്ടുള്ള സ്നേഹമൊന്നുമില്ല. അല്ല അപ്പോൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, അങ്ങനെ ഞാൻ അത്രയും കലയെ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ജനങ്ങളെ സിനിമ കാണിക്കണം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ബീങ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കലേനെ ശരിക്കും നമ്മൾ എൻകറേജ് ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. ബീങ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്ന് ശ്രമിക്കുക. ഇതിപ്പോൾ ശരിക്കും സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടുന്ന പൈസ പകുതി നിങ്ങൾ കൊടുക്കാറില്ല, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കാറുണ്ട്. മനസ്സിലായില്ല, എങ്ങനെ? സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. അല്ല, ഇതിന് മറുവശം ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. അല്ല, ഇത്ര കോടി അല്ല മേഡം, ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു, അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, പ്രാക്ടിക്കലി സന്തോഷ് പണ്ഡിറ്റ് അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. സന്തോഷ് പണ്ഡിറ്റ് ഞാൻ ബിസിനസ്സാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്ത്, എവിടെയും 10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ആളുകൾക്ക് കൊടുക്കാനോ? ഇതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എക്സ്ട്രീമിലാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഇതാണ് എക്സ്ട്രീം. ഞാനൊരു കാര്യം ചോദിച്ചു, തിരുത്ത് ചോദിച്ചോട്ടെ. ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നതിന്റെ നേർപകുതി സന്തോഷ് പണ്ഡിറ്റ് നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളവർ കൊടുക്കുന്നില്ല എന്ന് എങ്ങനെ സന്തോഷ് പണ്ഡിറ്റിനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? പറ്റില്ലല്ലോ. മുഴുവൻ കൊടുക്കുന്നില്ലായിരിക്കാം, പകുതി കൊടുക്കുന്നില്ലായിരിക്കും, പക്ഷെ അവരുടെ ഒരു സഹായം എത്തുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ടാവില്ലായിരിക്കും. ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്ററാണ് സന്തോഷ് പണ്ഡിറ്റ്. വീണ്ടും പറയാം, ഉറപ്പിച്ചു പറയുന്നു, സന്തോഷ് പണ്ഡിറ്റിൻ്റെ അത്രയും an artist needs some social commitments. ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഞാൻ ഉറപ്പ് തരാം. എത്ര സ്റ്റാർസിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കലയെ കൊലയാക്കുന്നോ എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു നടൻ്റെ പേര് പറ. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നും ലാൽ സാറും മമ്മൂട്ടി സാറും നിൽക്കില്ല വേദിയിൽ. സർ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ അതൊന്നും നോക്കുന്നില്ല സർ. ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അല്ല, എന്താ അറിയോ, ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഇതിന്റെ മുന്നിലിരിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഇങ്ങനെ വരും. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒന്നിനും എതിരല്ല. ആക്ച്വലി ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഒരു സത്യസന്ധമായി
നമ്മൾ കലയാണ് ചെയ്യുന്നെങ്കിൽ അത് കലയാണ് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യാം. കാരണം ഇവിടെ മുഖംമൂടിയാണുള്ളത്. മാഡത്തിന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. എൻ്റെ ഫസ്റ്റത്തെ 2015 ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്, ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, സന്തോഷേ ഒരു സിനിമ ഹിറ്റാകുമ്പോൾ നീ ഒരു സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞ് ലേശം ഓവറല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇയാളെങ്ങനെ സൂപ്പർ സ്റ്റാർ ആവുന്നു? അപ്പം ഞാൻ തിരിച്ചു ചോദിക്കാം, പിന്നെ ചേട്ടാ എന്താ സൂപ്പർ സ്റ്റാർ? പെട്ടു. അവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ, അപ്പം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അല്ല നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന സൂപ്പർ സ്റ്റാർ എന്താ? അല്ല ഞങ്ങളിപ്പോൾ അപ്പോൾ അവരൊരു ഡെഫിനിഷൻ തരണം. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. ദാറ്റ് ഈസ് ഞാനിവിടെ പറയുന്നു, ഇവിടെ നല്ലൊരു ശതമാനം, ഞാൻ ഒരാളെന്നല്ല പറഞ്ഞു, ഇവിടെ നല്ലൊരു ശതമാനം ആളുകളും നടക്കുന്ന എന്താണ്, എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. സന്തോഷം. നിങ്ങളല്ലേ പറഞ്ഞ എല്ലാവരും ആർട്ടിസ്റ്റ് കമേഴ്ഷ്യൽ ഉണ്ട്. പക്ഷേ സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ കലയെ ഈ കൂടുതൽ നമ്മൾ കൊല ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ പറയുന്നു, ഇവിടെ എല്ലാവരും, ഇവിടെ അവാർഡ് സിനിമ കിട്ടിയ ആളുകൾ വരെ പക്ക ബിസിനസ്സുകാരാണ്. ഞാനത് തെളിയിക്കുന്നു. ഇവർക്ക് അങ്ങനെയല്ലെങ്കിൽ ഇവരൊരു അവാർഡ് പടെടുത്തതിന് ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് കാണിക്കും, അതിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമോ വാട്ടവർ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടുന്ന് ഒരു ചെറിയൊരു പൈസ കിട്ടും, ഒരു എൻട്രി ഫീ. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു, നിങ്ങൾ 100 ദിവസം പടം ഓടിക്കുന്നു, അവാർഡ് മേടിക്കുന്നു. ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി. എത്ര ആൾ പോയി? ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്. എന്തേ അവാർഡ് വരെ മേടിച്ചവരെന്തുകൊണ്ടാണ് ഇവിടെ പോകാത്തത്? തീർന്നില്ല. ഗോവിന്ദാപുരം കോളനി പോലത്തെ സ്ഥലങ്ങളിൽ അയിത്തം നിലനിന്ന സ്ഥലമുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വെറും ബിസിനസ്സാന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചെന്ന് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ അയിത്തം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അയിത്തവും പാവങ്ങളുടെ ദാരിദ്ര്യമൊക്കെ പറയുന്ന എത്ര ആളുകൾ പോയി? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അട്ടപ്പാടി, അവിടെ ഗർഭിണികളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം വിട്ട് ലോകം മുഴുവൻ ഇന്ത്യ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവാർഡ് മേടിക്കുന്ന എത്ര സംവിധായകർ അവിടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇതാണോ കല? ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ കുടുംബ പടം എടുക്കുന്നതും ആക്ഷൻ എടുക്കുന്നതും സെക്സ് പടമായാലും എന്ത് പടമായിക്കോട്ടെ, കോമഡി ആയാലും എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു കാര്യത്തിന് ഇവിടെ വലിയ വലിയ അഭിപ്രായം ആരും പറഞ്ഞ് കേൾക്കാറില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. വലിയ വലിയ സംഭവങ്ങൾ, കൂടെയുള്ള ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടിട്ട് പോലും പല മഹാന്മാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയുന്നത്, ആൻ ആർട്ടിസ്റ്റ് നീഡ് സം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് വേണ്ടത്. നിങ്ങൾ പണം കൊടുക്കലോ ഒന്നുമല്ല. ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യത്തിൽ ഇതാണ് ശരി, പക്ഷെ അത് പറയില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ദേഷ്യമുള്ള കാര്യം പറഞ്ഞാൽ അടുത്ത തവണ അവാർഡ് കിട്ടില്ല. മേ ബി ഇതാണോ കലാകാരന്മാർ? ഞാൻ പറയുന്നത്, ഒരു കലാകാരനാണെങ്കിൽ എങ്ങനെ വേണം? നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ചിട്ട് കാര്യമില്ല വേണം. നമ്മളെ ജീവിതത്തിൽ അത് കാണിക്കണം. സന്തോഷം. ഇപ്പം ഞാൻ പറയുന്നത്, തമിഴ്നാട്ടിലെ എത്ര ആളുകൾ നമ്മളിവിടെ പ്രളയം വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു? വിജയ് അടക്കമുള്ള എത്രയോ താരങ്ങളുടെ ലോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 60 ദിവസം ഇതിലുണ്ടായിരുന്നു. അവിടെ ഒരു ഗജ ചുഴലിക്കാറ്റടിച്ചു. ഞാൻ പറയുന്നത്, ഞാൻ 14 ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്കുള്ള വരുമാനമേ ഉള്ളൂ. എൻ്റെ കഴിവിനനുസരിച്ച് 4 ജില്ലയിലൊക്കെ ഞാൻ പോയി. എൻ്റെ ചോദ്യം ഇതാണ്, അവിടുത്തെ സൂപ്പർ താരങ്ങളെല്ലാം ഇത്രയും ചെയ്തപ്പോൾ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മളെന്ത് ചെയ്തു? പക്ഷെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് എങ്ങനെ സന്തോഷം പറയാൻ പറ്റും? ഈ പറഞ്ഞ എൻ്റെ ഇതിൽ തന്നെ ഞാൻ പറയാം, ഏട്ടൻ്റെ ടീമിൽപ്പെട്ട ഈ രേവതി കലാമന്ദിർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പോകുന്നുണ്ട്. അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രളയം വന്ന എല്ലാവരെയും. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ്. ഈ പറയുന്ന എൻ്റെ കുടുംബവും ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് ഞാൻ ചെയ്തു എന്ന് കാണിക്കേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മുടെ മനസ്സാണ്. നമ്മളെ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മളെ 10 പേരെ അറിയിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനൊക്കത്തില്ല. അത് കറക്റ്റ് അല്ലേ നമ്മൾ പറയുന്നത്? മാഡം പറഞ്ഞത് ശരിയാണെങ്കിലും ഞാൻ ചെറിയൊരു ഇത് പറയുന്നു. നമ്മൾ അങ്ങനെ പോയതിന് ശേഷം എൻ്റെ അനുഭവം ഞാൻ പറയാം. പലരും എന്നെ ഫോൺ ചെയ്തിരുന്നു. കാരണം പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ എന്തിന്? അല്ല, എന്നോട് ചോദിച്ചു ആരെയാണ് സമീപിക്കേണ്ടത്. ഇപ്പം നാഗപട്ടണം നമ്പർ കേരളത്തിൽ ഓക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന ആളുകളുടെ നമ്പറൊക്കെ കൊടുത്തു. അതുകൊണ്ട് മാത്രം ഒരു 8 ടീമെങ്കിലും അവർ സംഘടന കേട്ടോ, വ്യക്തികളല്ല, സംഘടനകൾ പോയി. അങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മളെ ചെയ്യുന്നതിൽ അങ്ങനെ ഗുണമുണ്ട്. അതേപോലെ ഞാനൊരു സ്ഥലത്ത് പോയി ഇപ്പോൾ ഒരു 64 കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ലിസ്റ്റ് തന്നു. എനിക്ക് 8 പേരേ പറ്റൂ. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. ഞാൻ 8 പേരെ പഠിപ്പിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, സന്തോഷ് സാറെ ബാക്കിയുള്ളവരെ ഞങ്ങൾ പഠിപ്പിക്കാം. ഇതൊരു 10 കുട്ടികളെ ആളുകൾ, പല ആളുകൾ, ഒരാളല്ല. അത് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടല്ലേ? അല്ല,
പറഞ്ഞല്ലോ. അതെ, അപ്പം അങ്ങനെയുണ്ട്. അല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അഭിപ്രായം പറയുമ്പോൾ 10 പേര് സഹായിക്കാൻ മുന്നോട്ട് വരും. അതേപോലെ ഞാൻ പറയുമ്പോൾ സോഷ്യൽ ഇഷ്യൂസിലും നമ്മളിപ്പോൾ അവാർഡിനെ കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അത് പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് പേര് എന്തായാലും ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റൊരു ദേഷ്യം വരും, അത് ഉറപ്പായിട്ടും. അപ്പോൾ പക്ഷെ നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നതിലൂടെ ചിലപ്പോൾ ഞാൻ പറയുന്നു ചില ആളുകൾക്ക് ഒരു പ്രചോദനമാവും. സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, സന്തോഷിന് കലയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സോഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ആൾക്കാർക്ക് ഇല്ലായ്മക്കാരെ സഹായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതിനാണ് ഈ ലാഭം ഉണ്ടാക്കി അവരെ സഹായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ, സന്തോഷ് പണ്ഡിറ്റ് കലയോ സിനിമയോ ഒന്നുമല്ല. ഞാൻ അധികം മുഖം മൂടിയില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി. ഇപ്പം എന്നോട് നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, കൈ ചിന്മുദ്ര പിടിക്കുമ്പോൾ ഈശ്വരവിശ്വാസിയാണ്, പിടിച്ചില്ലെങ്കിൽ അവിശ്വാസിയാണ്. കാരണം പിടിക്കുന്ന സമയത്തെല്ലാം ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കുന്നു, എപ്പോഴും ഹരേരാമന്ത്രം ജപിക്കുന്നു. എല്ലാ സമയത്തും ഇങ്ങനെയാണ്. എന്നോട് നിങ്ങൾ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ മൃഗമാണ്. കാരണം ഞാനൊരു പൂച്ചയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു 40 വയസ്സോ 60 വയസ്സോ 80 വയസ്സോ ഉള്ള ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ഞാൻ കുറേ ഉറങ്ങി, കുറേ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു, സെക്സ്, ഇതൊക്കെ തന്നെയാണ് സാർ. ഇതൊക്കെ തന്നെയാണ് ഒരു പൂച്ചയും സിംഹവും ഒക്കെ ചെയ്തത്. പിന്നെ നിങ്ങൾ അതും തമ്മിൽ എന്താ വ്യത്യാസം? അതല്ലാതെ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റേതല്ലാതെ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അപ്പോൾ ഞാൻ മനുഷ്യനാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും എനിക്ക് തിരിച്ചു പറയായിരുന്നു, ഞാൻ 5 ലക്ഷത്തിന് വന്നിച്ച് എനിക്ക് സിനിമയോടുള്ള ഭയങ്കര ക്രേസ് കൊണ്ടാണ് എനിക്ക് പറയാം. ഞാൻ പറയുന്നത്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാരണം എന്താണ്, എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയോ ജനങ്ങളെ എങ്ങനെ കാണുന്നു ഒന്നുമല്ല. എനിക്ക് രാത്രി കിടക്കുമ്പോൾ നല്ലൊരു ഉറക്കം കിട്ടണം. നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ല ദൈവത്തെ കാണുന്നത്, എൻ്റെ മനസാക്ഷിയാണ് ഈശ്വരനെ കാണുന്നത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കളവ് പറഞ്ഞു, അപ്പോൾ ചിലപ്പോൾ ജനങ്ങളായിരിക്കും, ഓ സന്തോഷ് ഇന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും, സന്തോഷം നീ പറഞ്ഞ കളവല്ലേ, എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താണോ അതേപോലെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, രാത്രി നല്ല ഉറക്കം കിട്ടും. കാരണം എനിക്കൊരിക്കലും മനസാക്ഷി കുത്തുണ്ടാവുന്നില്ല. കറക്റ്റ്, ഇതാണ് അതിൻ്റെ കാരണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ സംഗീതമായാലും ഇതായാലും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മൻ്റെ ജിംക്കി കമ്മൽ, അല്ലെങ്കിൽ അമ്മായിമ്മ ഭക്ഷണം അപ്പം ചുട്ടു, അവൾ വേണ്ട ഇവള് വേണ്ട, കൈക്കൂട്ടും കണ്ടിട്ടില്ല, പിക്കാസും കണ്ടിട്ടില്ല, ഈ പാട്ടിനേക്കാളൊക്കെ ലിറിക്സ് സൈഡിൽ ബെറ്ററാണ് എൻ്റെത്. ഞാൻ പറയുന്നു, അല്ല സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ നാട്ടിലെ മുഴുവൻ ആളുകളും വളരെ സാഹിത്യവും സംഗീതവും വെച്ചിട്ടാണോ ചെയ്തതെന്ന് എനിക്കും തിരിച്ചു ചോദിക്കാം. അതല്ല ഞാൻ ചോദിച്ചത് എന്താ പറയുക, ഞാൻ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ് മാത്രമല്ല. അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല, സന്തോഷ് പണ്ഡിറ്റ് എഴുതുന്ന അതേ വരികൾ പോലെ ഇന്ന് കൊമേഴ്ഷ്യൽ ഫിലിംസിലും അങ്ങനെ വരികൾ വരാറുണ്ട്. അതിനേക്കാൾ ബോറായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ജനങ്ങൾ, കാരണം ഞാൻ എൻ്റെ അമ്മൻ്റെ എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല എനിക്ക് മനസ്സിലായി, പക്ഷേ രണ്ടും ലിറിക്സ് വൈസ് ഓക്കെ ആന്ന് വെച്ചു. പക്ഷേ സന്തോഷ് പ്രസന്റ് ചെയ്യുന്ന രീതി വേറെ, ഇത് വരുന്ന രീതി വേറെ, ആൾക്കാർ എടുക്കുന്ന രീതികളും വേറെയാണ്, എല്ലാവരും കാണുന്ന രീതികളും ഡിഫറെന്റ്. ആ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു, ഈ രീതിയിൽ വന്നൂടായിരുന്നോ എന്നാണ് അതാ ഞാൻ പറയുന്നത്. അത് കാണുന്നവരോടല്ലേ ചോദിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും നോക്കുന്നുള്ളൂ, മലയാളികൾക്ക് എന്താണ് വേണ്ടത്, മലയാളികൾ എന്താണ് അർഹിക്കുന്നത്, അവരുടെ നിലവാരം എന്ത്, അതാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു പാട്ട് ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കും മലയാളികൾക്ക്, കാരണം എനിക്കിതെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ജിംക്കി കമ്മൽ 1 ലക്ഷം ആളുകൾ കണ്ടു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 രൂപ വെച്ച് അയാൾ 1 കോടി രൂപ ഉണ്ടാക്കി. എനിക്കതിൽ ആരഭിനയിച്ചു, എന്ത് പാടി, ഇതൊന്നും ഐ ഡോണ്ട് കെയർ. അയാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കി, അയാൾ സക്സസ്ഫുള്ളാണ് എങ്കിൽ അതേപോലെ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാക്കാം. ശരി, എന്നാൽ എൻ്റെ അമ്മൻ്റെ പ്ലസ് എന്തെങ്കിലും എഴുതിയാൽ ഇതാണ് മലയാളികൾക്ക് വേണ്ടത്, ഇതാണ് അവരുടെ നിലവാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കലയോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുത്തെ അവാർഡ് സിനിമകൾ എന്തുകൊണ്ട് സൂപ്പർ ഹിറ്റ് ആവുന്നില്ല? നിങ്ങൾ ഉത്തരം തരൂ. നിങ്ങളല്ലേ പറഞ്ഞ് ഞങ്ങൾ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ജനങ്ങൾ അങ്ങനെയല്ല. എത്ര സിനിമ പറയാൻ പറ്റും? ഞാനൊരു വാദത്തിന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അതായത് അതേസമയം ഇവിടെ അടിയും പിടിയും ഒരിക്കലും ജീവിതത്തിൽ നടക്കാത്ത, ഒരു ഇടിക്കുമ്പോൾ 100 ആൾ മറിഞ്ഞിട്ട് വീഴുന്നു, 4 ആൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ സിനിമകളൊക്കെ അവിടെ ഭയങ്കര കൈയടിച്ച് കാണുന്നു. ഇതാണോ കല? സർ ഞാൻ പറയുന്നു, അതിലും കലയുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. ഇതൊന്നും, അതായത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻ്റ് ആണ്. നോ മാറ്റർ എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. നോ മാറ്റർ ഹൗ ഹി എൻ്റർടൈൻസ്, അയാൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നുള്ളത് അൺഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ഇപ്പം ഇത്രയും ആർഗ്യുമെന്റ് നടന്ന സ്ഥിതിക്ക് ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് തോന്നിയില്ല നമ്മൾ കേൾക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് തോന്നുന്നല്ലോ. ഇത്രയും ഒരു ആർഗ്യുമെന്റ് നടന്ന സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അത് റിസൈൻ ചെയ്തപ്പോൾ സന്തോഷം മനസ്സിൽ എന്തായിരുന്നു എയിം, എന്ത് ചെയ്യണം എന്നായിരുന്നു സമൂഹത്തിന് വേണ്ടിയിട്ട്?
ഞാൻ വീണ്ടും പറയുന്നു, എനിക്കൊരിക്കലും സമൂഹത്തിന് വേണ്ടി ഇന്ന ചെയ്യണം എന്നേ ഇല്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്നില്ല, പക്ഷെ അവരെനിക്ക് തന്നൊരു വിഷനുണ്ട്. 10 ലക്ഷം രൂപ കിട്ടിയാൽ 5 ലക്ഷം നിനക്ക് വേണ്ടി ചിലവാക്കാം, 5 ലക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ 5 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തോ, മരിക്കുന്ന അന്ന് വരെ നിനക്കത് ഗുണം ചെയ്യും. മറ്റേ 5 ലക്ഷം നീ ഒരു സ്വാർത്ഥത ഇല്ലാതെ ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്തിട്ട് ഭാവിയിൽ ഇവനെ കൊണ്ടിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന അച്ഛൻ പറഞ്ഞാൽ നീ വേസ്റ്റാണ് ആ ചെയ്യുന്നത്. അതങ്ങനെയുള്ളൂ. ആ 5 ലക്ഷം നീ ചെയ്യുന്നു, മരിച്ചതിന് ശേഷം നീ അതേ കൊണ്ടുപോകും, ആ ചെയ്തതേ കിട്ടുള്ളൂ. ഇതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം. ഇതേപോലെ ജീവിതത്തിൽ എപ്പോഴും മിക്സിങ് ആവശ്യമുണ്ട്. 15 ദിവസം നീ നിനക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ 15 ദിവസം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്, കൃത്യമായിട്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നാഷണൽ മെഡിക്കൽ സ്കോളർഷിപ്പ് കൂടിയാണ് പഠിച്ചത്. ഒരേ സമയം 5 കോഴ്സൊക്കെ ചെയ്യുമായിരുന്നു. ഇത് വെച്ചാൽ അന്ന് ഞാൻ എന്ത് ചെയ്തെന്നുള്ളത് പ്രമുഖനല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല. അടുത്ത കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ പല കാര്യങ്ങളും ചെയ്തിരുന്നു, അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താണ്, അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പ്രമുഖനാവണം. അതായത് ഇപ്പോൾ വലിയൊരു പ്രമുഖൻ എന്തെങ്കിലും വലിയൊരു ഇതൊക്കെ ചെയ്താൽ പ്രമുഖൻ 100 കോടി കട്ടു, പ്രമുഖൻ എന്താ പേരില്ലേ? പ്രമുഖനെ അറസ്റ്റ് ചെയ്തു, പ്രമുഖൻ എന്താ പേരില്ലേ? ഇത് കാണുന്നവർ, നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറുവശമാണ്. ഇവിടെ സംഗീതമാണ്, കലയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്തു വെച്ച സാധനങ്ങൾ ഞങ്ങളിവിടെ കാണുമ്പോൾ എന്താണ്, ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡയലോഗിൽ മാത്രമേ ഇതൊക്കെ വരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യൻ ആയാലും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടുപഠിക്കുന്ന നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ക്രിക്കറ്റുകാർ ദൈവങ്ങൾ, സിനിമാക്കാർ ദൈവങ്ങൾ, രാഷ്ട്രീയക്കാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായ ബഹുമാനമുള്ള ശാസ്ത്രജ്ഞന്മാരോടാണ്. ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച അവർ പല കാര്യങ്ങൾ, ഓട്ടോകാസിനെ അവർ ചൊവ്വയിൽ ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അവർക്കൊരു ഫ്ലെക്സ് വെക്കുന്ന ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ ശരിക്കും അവർക്കൊരു ഫ്ലെക്സ് വെക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ശാസ്ത്രജ്ഞന്മാരെയൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല ഇന്ന്. അർജൻറ്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി ഫ്ലെക്സ് വെച്ചാൽ വലിയ കൂറ്റൻ ഫ്ലെക്സ് വെക്കുന്ന ആൾക്കാരാണ്. ഞാൻ അതിന് തെറ്റ് പറയല്ല. അപ്പം ഞാൻ ഉടനെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ അർജൻറ്റീനയ്ക്കൊക്കെ വെക്കുന്നില്ലേ, അപ്പം മെസ്സിയും റൊണാൾഡോയൊക്കെ ഓസിക്കാണോ കളിക്കുന്നത്? ഇതിന് ഉത്തരവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ ചെയ്തോ, ഗവൺമെൻറ് ജോലി ചെയ്തോ, സിനിമ ചെയ്തോ, ഇതെല്ലാം നിങ്ങൾ നോക്കണ്ടേ. ഞാൻ സത്യസന്ധമായിട്ടാണ് ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ജനങ്ങൾ ഇങ്ങനെയാണ്, ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അതിർത്തിയിൽ ജീവൻ അവർ കുറേ സൈനികരുള്ളതുകൊണ്ടല്ലേ നിങ്ങളും ഞാനും അടക്കമുള്ള ഈ ഇന്ത്യക്കാർ മനസ്സമാനത്തോടെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരവിടെ ജീവൻ പണയം വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ കർഷകർ ഈ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ 3 നേരം ഭക്ഷണ മര്യാദയ്ക്ക് കഴിക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ കമ്പ്യൂട്ടറോ നമ്മൾ കുറേ ഡോക്ടർമാർ കുറേ മരുന്നുണ്ടാക്കി വിടുമ്പോൾ കാര്യമില്ല, ഭക്ഷണത്തിന് അവരെന്നെ ഉണ്ടാക്കണം. അതായത് ഒരു കർഷകനോ ഒരു സൈനികനോ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ, അവരെ ജീവൻ കൊടുത്ത ഒരു കർഷകൻ്റെ കാര്യം പറയുന്നത്, ജീവൻ കൊടുത്ത ഒരു സൈനികൻ, അയാൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അത്രയും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സൂപ്പർ സ്റ്റാറും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഭൂരിഭാഗം, ഞാൻ പറയുന്നു കുറേ നന്മ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പലരും വലത്തേക്ക് വേണ്ടി ചെയ്യുന്ന ഇടത്തേക്ക് വേണ്ടി അറിയേണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. പക്ഷേ 90% ആളുകൾ എങ്ങനെയാണെന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്നത്, ആളുകളുടെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളിങ്ങനെ ഭയങ്കര സംഭവം പറയുകയും ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റുമാണ്. ഇപ്പം മദ്യം കഴിക്കുന്നു, പുകവലിക്കുന്ന പോലത്തെ സീൻസ്. നിങ്ങൾ പറയുന്ന ഒരു പക്ക ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇപ്പം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കണം, അതിനെ നമ്മൾ പർവ്വതീകരിക്കുകയാണ്. അതാണ് ഹീറോയിസം. അല്ലെങ്കിൽ സ്ത്രീയെ തല്ലുന്നതും തെറി വിളിക്കുന്നതാണ് ഹീറോയിസം എന്ന് നമ്മൾ ഇൻഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ദൈവമായിട്ട് ജനങ്ങൾ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തും ജനങ്ങളാണ്. അപ്പം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മളത് ചെയ്യും. നമ്മൾ മദ്യത്തിൻ്റെ പരസ്യത്തിൽ നിൽക്കും. ഈ കലാകാരനാണെന്നൊക്കെ പറയുന്നവൻ വലിയ കോടികളും വാങ്ങിച്ച്, അല്ല എനിക്കതിന് പൈസ കിട്ടിയോണ്ട് ചെയ്തു. പക്ഷെ നമ്മൾ ആ മദ്യം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നത്. അതെ. അപ്പം ഇതാണോ കലാകാരൻ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പം സന്തോഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു 3rd person മനസ്സിലാക്കുന്ന അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുമാണ് ഒരാൾ വിലയിരുത്തുന്നത്. അപ്പം സന്തോഷിന് ശരിക്കും ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എല്ലാവരും വേറെ ഇമേജാണ് കിട്ടുന്നത്. പക്ഷേ സന്തോഷിന്റെ കാഴ്ചപ്പാട് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഒരു നല്ല പ്രവർത്തനം ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് സന്തോഷ് പക്ക ബിസിനസ് ഇൻ എനി വേ
ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇമേജ് മാറുന്നില്ലേ? സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് മാറുന്നില്ലേ സമൂഹത്തിൻ്റെ ഇടയിൽ? ഞാൻ വീണ്ടും പറയുന്നു, ഐ ഡോണ്ട് കെയർ. Okay. കാരണം അല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഐ ഡോണ്ട് കെയർ എന്ന് ഞാൻ പറയുന്നത്, ഈ ലോകം മുഴുവൻ ഉള്ള ആളുകൾ നമ്മൾ വളരെ മഹാനായ മനുഷ്യനാണെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മഹാനാന്നുള്ള അർത്ഥം വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ തല്ലിപ്പൊളി ആവാം, നമുക്കുള്ള തല്ലിപ്പൊളി സ്വഭാവത്തെ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾ നമ്മൾ തല്ലിപ്പൊളിയാന്ന് പറയുമെങ്കിൽ ആക്ച്വലി നമ്മൾ നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. കാരണം നിങ്ങളെ മനസാക്ഷിയുടെ മുന്നിൽ ഇല്ല. ഞാൻ അതേ നോക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ജനങ്ങളുടെ ഇമേജ്, ജനങ്ങൾ സ്നേഹം, ഇതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഒരു അബദ്ധത്തിലൊരു വീട് മതി എല്ലാവരും കൂടെ പൊങ്കാലയിടാം. അപ്പം ഈ സ്നേഹമാണോ നിങ്ങൾ ജനങ്ങൾ എന്നെ സ്നേഹിച്ചു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യത്തിനും സന്തോഷ് നല്ല അസലായിട്ട് അതിൻ്റെതായ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സന്തോഷം? ഈശ്വര, ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും മഹാത്മാഗാന്ധി, ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചാണ്. അധികാരത്തിന് പരിധികളുണ്ട്, സേവന മനോഭാവത്തിന് പരിധികളില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്, അധികാരത്തിന് പരിധിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു MLA ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു MP ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എവിടെയാണോ അവിടുത്തെ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതേസമയം നിങ്ങൾക്ക് സേവന മനോഭാവമുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പറയും ഇപ്പോൾ ആഫ്രിക്കയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ശരിക്കും ഇപ്പം ഞാനൊരു MLA ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലേക്ക് ജോലിക്കാരടിക്കും ഞാൻ പോകുമ്പോൾ ആൾക്കാർ ആദ്യം എടോ നീ കോഴിക്കോടിലെ MLA അല്ലേ, കോഴിക്കോടിലെ ജനങ്ങൾ പെർഫെക്റ്റാ, ആദ്യം അവിടെ ചെയ്തിട്ട് പോയി ചങ്ങാതി അങ്ങോട്ട് എന്ന് പറയും. ഞാൻ മറുപടി പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്സിൽ ഇഷ്ടമില്ല. ശരിക്കും ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാത്തിലും സന്തോഷ് ശബരിമലയുടെ ഇഷ്യൂല് കയറി എന്നെ വിടാനുള്ള പരിപാടിയില്ല. അതാ നമുക്ക് അറിയണ്ടേ, ഇപ്പൊ സന്തോഷം നേരിട്ട് കിട്ടുമ്പോഴെല്ലാം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കും. സന്തോഷിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു ഇതിനെപ്പറ്റി? ശബരിമല ഇഷ്യൂല് ഞാൻ പറഞ്ഞില്ല, എന്ത് കാര്യം പഠിച്ചു പറയാമെന്നുള്ളതാണ്. ഞാൻ ഞാനത് നോക്കിയിരുന്നു. എന്താണ് ശരികളും തെറ്റുകളും ഇല്ല, ഞാൻ പറഞ്ഞ എല്ലാം പെർസെപ്ഷനാണ്. സത്യവാങ്മൂലമാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കോടതി കയറണോ, പെൺകുട്ടി കയറണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞങ്ങൾ കയറ്റാം, അതല്ല നിങ്ങൾ ഓക്കെ പറഞ്ഞാലും കയറ്റാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് കോടതി, കാരണം കോടതിക്ക് തീരുമാനിക്കാം, സപ്പോസ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നു സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേ കോടതിക്ക് സത്യവാങ്മൂലം തന്നതാണ്, പക്ഷെ കോടതി ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നു. പക്ഷേ നിങ്ങളൊരിത് തന്നാൽ ഞങ്ങൾ കയറ്റാം എന്ന് പറയുന്ന ഈ സത്യവാങ്മൂലമാണ് ഇതിൽ ടോട്ടൽ ഡിഫറൻസ് ഉണ്ടാക്കിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് മിനിസ്ട്രിയോ അല്ലാതെ കൊടുത്ത പെൺകുട്ടിയോ ഒന്നുമല്ല. സത്യവാങ്മൂലം നമ്മൾ എന്ത് കൊടുത്തു അതാണ്. കാരണം സ്റ്റേറ്റിൻ്റെ കാര്യം വരുമ്പോൾ സത്യവാങ്മൂലം. അപ്പോൾ എനിവേ കോടതിയുടെ ഇങ്ങനെ വിധി വരുന്നു, വ്യക്തിപരമായി എനിക്ക് കുറച്ച് വിഷമം തോന്നി. അപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ചൊരു കാര്യം, സപ്പോസ് ഞാനൊരു മുഖ്യമന്ത്രി ആയിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെങ്കിൽ ആ സമയത്ത് ശരിക്കും പമ്പയൊക്കെ കുറച്ചും കൂടെ നമ്മൾ പ്രളയമൊക്കെ വന്ന സമയമാണ്. അതേപോലെ സ്ത്രീകൾ അങ്ങനെ വല്ലാതൊരു ഒഴുക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളവിടെ ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റ് ആക്കണം. അല്ല അങ്ങനെയുണ്ടല്ലോ, സ്ത്രീകൾ വരുമ്പോൾ അവിടെ നമ്മൾ രണ്ടായിട്ട് വരണം, അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് വരുന്ന സ്ഥലം. അപ്പോൾ ബാത്റൂം അടക്കമുള്ള, കാരണം പുരുഷന്മാരെ പോലെയല്ല, ചിലപ്പോൾ ക്യൂവിലൊക്കെ ഒരു ദിവസമൊക്കെ നിൽക്കേണ്ട അവസ്ഥ വരാം, നമ്മളത് കാണണമല്ലോ. അപ്പോൾ ഏത് സിറ്റുവേഷനിലും അവിടെ സ്ത്രീക്ക് നിൽക്കാം. അർത്ഥമടക്കമുള്ള എല്ലാം നമ്മളവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു സ്ത്രീക്ക് നിൽക്കാന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടേ കളിക്കാൻ പറ്റും. അപ്പോൾ ആ സ്ത്രീകൾക്കുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കോടതിയോട് പറയാം, സാർ 1 വർഷം ഞങ്ങൾക്ക് തരണം. പ്രളയം നല്ലൊരു റീസൺ ആയിരുന്നു, കാരണം പ്രളയമൊക്കെ വന്നു, ഞങ്ങൾ പ്രളയത്തിന് മുമ്പാണല്ലോ സത്യവാങ്മൂലം തന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് ഈ 1 വർഷം കൊണ്ട് വേണമെങ്കിൽ ഒരു ഐഡിയ ചെയ്യാം, പതുക്കെ ആളുകളോട് സ്ത്രീകൾ കയറുന്നതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ. അപ്പോൾ 1 വർഷം നമുക്ക് അവിടെ കിട്ടി ഈ മൊത്തം ആളുകളെ മാറ്റാൻ. പക്ഷേ ഗവൺമെൻറ് കുറച്ചൊന്ന് തിരക്കാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും കുഞ്ഞുനാൾ മുതൽ സന്തോഷിന് ഈ ഒരു അഡ്വൈസസ് ആയിരുന്നോ എയിം, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒരു എയിം ഉണ്ടായിരുന്നോ? ഞാൻ നമ്മുടെ രാമായണോ മഹാഭാരതമോ അല്ലെങ്കിൽ വലിയ മഹാന്മാരുടെ അത് ഇങ്ങനത്തെ കുറേ ബുക്സ് വായിക്കും. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ജീവിതത്തിനൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ഇവരൊക്കെ അവതരിക്കുന്നതിനൊരു കാരണ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഞാൻ എന്തിനു അവതരിച്ചു, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എൻ്റെ ചിന്തയിൽ ഇങ്ങനെ ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും ആളുകൾ എന്നാലും ഇങ്ങനൊരു ജോലിയെല്ലാം കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ റാങ്ക് കൂട്ടും, ജോലി കിട്ടി, കേരള സംസ്ഥാനത്ത് 5 ലക്ഷം ആളുകൾ. ഞാനങ്ങനെയല്ല, ഇതിപ്പം ഒരു ജോലി കിട്ടുന്നത് ഇത്രയും വലിയ കാര്യമാണോ, എൻ്റെ ചിന്ത പോയി. എൻ്റെ കോളേജിൽ ആളുകളിങ്ങനെ ഇനോഗ്രേഷൻ, പെന്നൊക്കെ ഇനോഗ്രേഷനെ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, അവിടെ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ ഞാനൊരു ക്രൗഡ്
മന്ത്രി വന്ന് ഇനോഗ്രേഷൻ ചെയ്തു. ഞാൻ പിറ്റേ ദിവസം പത്രം നോക്കാം, മന്ത്രിയുടെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഒന്നും വരാൻ ഞാൻ ട്രെയിനിൽ പോവാം. അപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും, സപ്പോസ് ഈ ട്രെയിൻ മൊത്തമായിട്ട് ഇപ്പോൾ ഒന്ന് തകർന്നു പോയി സങ്കല്പിക്കാം. നാളത്തെ പത്രത്തിൽ ഇതിലാരെങ്കിലും ഒരു ഫേമസ് ആയ ഒരാളുണ്ടെങ്കിൽ ഇന്ന MLA-യും 5000 പേരും മരിച്ചു. അതായത് ഞാനൊക്കെ ഈ 5000-ത്തിലാണ്. അതെ, നമ്മൾ ക്രൗഡാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ റോളാണ് നമ്മളെ. കാരണം ഇപ്പോൾ എല്ലാവരും നൃത്തം വെക്കുന്നു, ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ ആരും നോക്കുന്നില്ല. നിങ്ങൾ മെയിൻ നടനെയും നടിയൊക്കെ നോക്കുന്നു. നമ്മൾ ജൂനിയർ, എനിക്ക് അങ്ങനെ ജീവിക്കണം, അതിന് മുകളിലേക്ക് പോകണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത മേഖല സിനിമ തിരഞ്ഞെടുത്തു. കാരണം ജനങ്ങൾക്ക് സിനിമാക്കാരെ ഇഷ്ടം. എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വെറും സംവിധായകൻ ഇവിടെ പുറത്തിറങ്ങി ആരും അറിയുന്നില്ല, അങ്ങനെയും പ്രശ്നമുണ്ട്. ഇവിടെ ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ ഗായകൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പാട്ട് ആരാ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാം. അതെ, ഇപ്പം നിങ്ങൾ ചിക്ക് ബുക്ക് റെയിലായാലും അല്ലെങ്കിൽ മുക്കാബില റഹ്മാൻ സാറിൻ്റെ പാട്ട് അതാരാ എഴുതി, അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഹിറ്റ് ആവണമെങ്കിൽ പാടണം. പിന്നെ പാടാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം, അത് മാറ്റാം. എനിക്ക് അതായത് മനഃശാസ്ത്രത്തിൽ മാസ് സൈക്കോളജിയാണ്, ഒരു വലിയ സമൂഹത്തിൻ്റെ മനഃശാസ്ത്രമാണ്. ഈ സമൂഹം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇങ്ങനെ പ്രതികരിക്കും, അടുത്ത സ്റ്റേജിൽ ഇവരിങ്ങനെയാണ്, അടുത്ത സ്റ്റേജിൽ ഇവരെങ്ങനെയാണ്. കാരണം ഇവരുടെ ചിന്താഗതി ഇങ്ങനെയാണ്. നിങ്ങൾ എന്താണോ ജസ്റ്റ് ഓപ്പോസിറ്റായി പെരുമാറുക. ഞാൻ സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് ഒരു കോപ്പുമല്ലാന്ന്. പക്ഷേ അത് പറയണം, അപ്പോഴേ എന്താണ് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ചിന്ത ഇവിടെ വരുള്ളൂ. ഞാൻ സോഷ്യൽ സർവീസ് ചെയ്യണമെങ്കിൽ നേരെ പോകുന്നു, അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്നു. വേറെ അങ്ങനെ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടെ അങ്ങനെ എടുക്കുന്നത്. പക്ഷെ അതിന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചു. ഡിഫറെൻ്റ് ആയതല്ല, ആളുകൾക്ക് വേണ്ടെന്നാണ്. പക്ഷെ അതെനിക്ക് ഒരുപാട് എന്തും വെറൈറ്റി ആയിട്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സന്തോഷിനെ നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇമേജ് അല്ല ഇന്ന് നമ്മളിവിടെ സംസാരിച്ച് എനിക്ക് തോന്നുന്നു സന്തോഷ് സ്വന്തമായിട്ട് ക്ഷീണിച്ചു. അപ്പം ഞാൻ എന്നാ ഉണ്ടാക്കിയ ഷേക്ക് ഒക്കെ കൊടുക്കാം, അതല്ലേ. ഞാൻ നിങ്ങളുടെ മക്കളുടെ ആ ഒരു ഷോപ്പാണ് ഞാൻ സന്ദർശിച്ചത്. അതെ, നന്നായിരുന്നു അവിടുത്തെ സ്നാക്സ് അല്ലേ? സ്നാക്സ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അവരോട് അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറയാം. സന്തോഷിന്റെ ഒരു ഫിലിമിലും അല്ലെങ്കിൽ ഒരു ആൽബം ഇറങ്ങുമ്പോഴും എല്ലാം ഒരു മെസ്സേജസ് സന്തോഷ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും മെസ്സേജ് ഇല്ലാതെ ഒരു കാര്യം ഞാൻ ചെയ്യാം. അങ്ങനെ നോക്കിയാൽ ഞാനിപ്പോൾ ഒരു ചെറുകഥ എഴുതുകയാണെങ്കിലും ഈവൻ ഞാനൊരു നോവൽ എഴുതിയിരുന്നു, നീലിമ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും എൻ്റെ കോളേജിലുള്ളൊരു സംഭവം തന്നെയാണ് എഴുതിയത്. എന്തെങ്കിലും ഒരു മെസ്സേജ് വെച്ച് ചെയ്യുള്ളൂ. ഇപ്പം തന്നെ കുട്ടികൾക്ക്, ഇപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സെന്നവർ വരെ അബ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അവർക്കായാലും ഒരു മെസ്സേജ് സമൂഹത്തിൽ. അതേപോലെ വേണം ഞാൻ പറയുന്നത്. അത് നല്ല ഇപ്പോൾ ഒരു ഫേസ്ബുക്ക്, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തോ, മറ്റുള്ളവർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന നോക്കാം. ഫേസ്ബുക്ക് പോസ്റ്റിൽ 2 പോസ്റ്റ് ഞാൻ സന്തോഷ് പണ്ഡിറ്റ് മാത്രമായിട്ട് ചെയ്യല്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്രയും മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഫേസ്ബുക്കിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി സന്തോഷ് പണ്ഡിറ്റ് ആയിരിക്കും. കാരണം മാക്സിമം ഫിലിമിൻ്റെ ലിങ്കായാലും ആളുകളെ കാണിക്കാൻ അത്രയും ഞാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ്, സന്തോഷ് പണ്ഡിറ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പോസ്റ്റാണ് അത്. അച്ഛൻ പറഞ്ഞത് ഞാൻ കൃത്യമായി പാലിക്കാറുണ്ട്. എവിടെയും 50-50, 100% നമ്മുടെ സ്വാർത്ഥത ഉണ്ടാവും. അത് ബോറാണ് എന്നോട്. അപ്പോൾ അതേപോലെ എല്ലാ വിഷയങ്ങളിലും എനിക്ക് സത്യം പറഞ്ഞാൽ പല വിഷയങ്ങളിൽ എനിക്കെന്തോ അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനത് ഇടുന്നത്. കാരണം ജനങ്ങളുമായത് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ക്രിക്കറ്റ് വരികയാണെങ്കിൽ അവിടുത്തെ പിച്ചിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ വേൾഡ് കപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ട് കൊണ്ടുപോകും, അടുത്ത ലോകസഭ ആര് ജയിക്കും, BJP ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും എന്ന് നിങ്ങൾ ഇതിൽ ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ച് പൊങ്കാല കിട്ടും. അത് അറിഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ സന്തോഷം ഇങ്ങനെ ഇടുക. അങ്ങനെ ചെയ്യുമ്പോഴേ, അല്ലാതെ ഞാനൊരു വലിയ ക്രിക്കറ്റ് ഭ്രാന്തനോ വലിയൊരു ഫുട്ബോൾ ഭ്രാന്തനോ അല്ല. ഏത് വിഷയങ്ങളും, ലോകത്തിലെ ഏത് വിഷയവും ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളിതാണ്, മനസ്സിലായി. അപ്പോൾ അവർക്കതാണ് വേണ്ടത്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പോഴെന്തായി, ഇവരും ഞാനും തമ്മിലൊരു ഇവൻ കൊള്ളാം, സന്തോഷ് പണ്ഡിറ്റ് നമ്മളെപ്പോലെ ഒരാളാണ്, ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കും, ഒരു 10 വർഷം കൂടി എടുക്കും, ഞങ്ങൾക്ക് ടോട്ടൽ ചേഞ്ച് മനസ്സിലാക്കി തരാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും തെറ്റും. ദാറ്റ് ഈസ് ഞാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന എക്സ്ട്രീമെൻ്റ് തിയറിയാണ്. എന്താണോ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. മനസ്സിലായി. ഇന്നിപ്പോൾ ഞാൻ പരിപാടിക്ക് വരാം, അപ്പോൾ അവിടെ എൻ്റെ ഓപ്പോസിറ്റിലിരുന്ന ഒരു സ്ത്രീ മോനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഞാൻ പിന്നെ എൻ്റെ പരിപാടി കണ്ട വ്യക്തിയായിരിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കുക മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടില്ല, ഇയാളങ്ങനെ TV-യിലും സിനിമയിലൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സ്വന്തം മകനോട് സംസാരിക്കുന്ന പോലെ ആ സ്ത്രീ സംസാരിച്ച്. ആ സ്ത്രീ എന്തുകൊണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല?
അപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് സ്റ്റാർ ആണെങ്കിലും നമുക്കൊരു മടി ഉണ്ടാവും. നമുക്കൊരു അയ്യോ നമ്മളിപ്പോൾ സംസാരിച്ച അയാൾ എന്ത് പറയും, നമ്മൾ ആ സ്റ്റാറിനെ പോയിട്ട് മോനെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മോനോ ഞാൻ നിങ്ങളുടെ മോനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. എന്തുകൊണ്ട് ഇതാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇതാണ് എക്സ്ട്രീമെൻ്റ് തിയറിയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അതായത് സമയമെടുക്കും. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അതായത് 10 ഇയേഴ്സിന് ശേഷം എനിക്കിവിടെ ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. 10 ഇയേഴ്സിന് ശേഷം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് നിങ്ങളെല്ലാം റിവേഴ്സ് ഓർഡറിൽ വായിക്കേണ്ടി വരും. ഇനി ഇത്രയും നേരം സംസാരിച്ചത് എനിക്ക് സന്തോഷിനെ പറ്റി കിട്ടിയ ഒരു ഇമേജ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ സന്തോഷിൻ്റെ ഇമേജും എൻറ്റയർലി മാറിക്കഴിഞ്ഞു. ബിക്കോസ് എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, എത്രയോ നല്ല കാര്യങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യലിലേക്ക് ഇറങ്ങണം എന്നും അവനവനാൽ ആർക്കും ഉപദ്രവം ഇല്ലാതെയും മാക്സിമം ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അതേപോലെ എന്താണോ ചെയ്യുന്നത് അതേ പറയുന്നുള്ളൂ. സത്യം അങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞ് ഒരു കളവ് അതിൻ്റെ മുകളിൽ വേറൊരു കളവ്. നല്ലത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ ഓർമ്മശക്തി കുറഞ്ഞവർക്ക് ബുദ്ധിമുട്ടാവുമോ പറയുന്നുണ്ട്. കളവ് പറയുന്ന സ്വഭാവമില്ലേ, ഓർമ്മശക്തി ബുദ്ധിമുട്ടല്ലാന്ന്. നമുക്ക് ഈ ഓർമ്മശക്തി എവിടെ പ്രശ്നം വരും അറിയോ? നിങ്ങളിപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വരെ പഠിച്ചു, ഞാൻ MA, ചിലപ്പോൾ MA തോറ്റിട്ടുണ്ടാവും എന്നാലും പറഞ്ഞു. ഇപ്പോൾ വേറെ ആൾ ചോദിച്ചപ്പോൾ MA BEd ആണ്, വേറെ ആളുടെ BA പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മശക്തിൻ്റെ കുറവുണ്ട് വിചാരിച്ചു. ഒരു സിറ്റുവേഷൻ വന്നു, എവിടെ വരെയാണ് പഠിച്ചത് എന്ന് ഞാൻ വീണ്ടും ചോദിക്കും. നിങ്ങൾക്ക് ഈശ്വര എവിടെ പഠിച്ചത് എന്താ പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല. അല്ല ഇയാളോട് എന്താ പറഞ്ഞത്, മനസ്സിലായി. കാരണം ഇത് ഓരോരുത്തരോട് ഓരോന്നാണ്. അത് നിങ്ങൾക്ക് ഓർമ്മശക്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും സത്യസന്ധമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നല്ല. മനസ്സിലായി. ഇതാണ് സത്യം. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച് സന്തോഷ്. ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇനി വരുന്ന പ്രോജക്ട്സ് ആയാലും എല്ലാം ഈശ്വരൻ സഹായിച്ച് നന്നായി വരട്ടെ. പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളാണ് 10ാമത്തെ സിനിമയാണ്. ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ കുറച്ചും കൂടെ സ്റ്റേജിലേക്ക് പോകാമായിരുന്നു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമായിരിക്കാം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിന്നെ വെച്ചാൽ നമ്മൾ ഈ വരുന്ന കുട്ടികളാണെങ്കിൽ ശനി ഞായറൊക്കെ വർക്ക് ചെയ്യിക്കുന്നുള്ളൂ. ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അവരെക്കാൾ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം കുട്ടി പറഞ്ഞു സന്തോഷമായിട്ട് 15 ദിവസം ലീവ് എടുക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കണ്ട, സിനിമ ഇന്ന് വരെ നാളെ പോകും, വിദ്യാഭ്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഇതൊക്കെ വരുന്നത്. എന്തായാലും ഈശ്വരനെ അനുഗ്രഹിച്ച് സന്തോഷം. ലേറ്റ് ആവുന്നു എൻ്റെ സിനിമകൾ. സാരമില്ല, എന്നാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സന്തോഷ് സിനിമ എടുക്കുന്നതും. നല്ല കാര്യങ്ങൾ നടക്കട്ടെ, സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സന്തോഷിനെ കൊണ്ട് സാധിക്കട്ടെ. എനിവേ താങ്ക് യു വെരി മച്ച്. മാഡം ഒരു സംശയം എനിക്ക് ചോദിക്കല്ലോ, ഒരേ ഒരു സംശയം. നിങ്ങൾ ഇത്രയും ചോദിച്ച ഒരു സംശയം എനിക്ക് അങ്ങോട്ട് ചോദിക്കല്ലോ. മാഡം ഇത്രയും ഈ ഒരു ഗ്ലാമറും ഈ പ്രസരിപ്പൊക്കെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ചോദ്യം. കാരണം മുമ്പ് നിങ്ങളുടെ സിനിമകളിലെല്ലാം അതിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ബാക്കാണ്. അതിനുശേഷം ഞാനിവിടെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചതല്ല. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഏക ഒരാള് ഷാജി കൈലാസ്. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. വളരെ വലിയൊരു കാര്യമാണ്. എനിവേ താങ്ക് യു വെരി മച്ച് സന്തോഷ്. ഇപ്പം സന്തോഷിനെ പറ്റി നമ്മൾ കേട്ട്, ഇപ്പം ഇന്ന് സന്തോഷ് പണ്ഡിറ്റാണ് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർ സന്തോഷിനെ പറ്റി ഒരു ഇമേജ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂയോടുകൂടി നമുക്ക് സന്തോഷിനെ പറ്റിയുള്ള ഒരു ഇമേജേ മാറി. സന്തോഷ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫിലിംസ് എടുക്കുന്നതെന്നും ആൽബംസ് എടുക്കുന്നതെന്നും ഇപ്പം നമുക്ക് മനസ്സിലായി. സന്തോഷിൻ്റെ എല്ലാ നന്മകളും ഭാവി ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതേപോലെ പുതിയ രുചികളുമായിട്ട് പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.